എസ്തേർ, പേർഷ്യൻ വിപ്രവാസകാലത്തെ ഒരു കഥ. അഹസ്വേരോസ് രാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചിരുന്ന കാലം. മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ രാജാവിനെതിരെ ഉണ്ടായിരുന്ന ഗൂഢാലോചന വെളിപ്പെടുത്തുകയും രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവനെതിരെ രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായ ഹാമാൻ ഇറങ്ങിത്തിരിക്കുന്നു. സത്യദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ മുട്ടുമടക്കില്ലെന്ന് പറയുന്ന മൊർദെഖായിയെയും അവൻ്റെ വംശജരായിട്ടുള്ള യഹൂദരെയും കൊന്നൊടുക്കാനുള്ള പദ്ധതി ഒരുക്കുന്നു. മൊർദെഖായി എസ്തേറിനെ കാണുന്നു. എസ്തേറിനോട് പറയുന്നു, ആർക്കറിയാം ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയായിരിക്കില്ലെന്ന്. എസ്തേർ തൻ്റെ ജീവൻ പണയം വെച്ച് യഹൂദരെ രക്ഷിക്കുവാനായിട്ട് പദ്ധതി ഒരുക്കുന്നു. ദൈവം അവളോട് കൂടെയുണ്ടായിരുന്നു. അവളുടെ പദ്ധതി വിജയത്തിലെത്തുന്നു. മൊർദെഖായിയെ തൂക്കാനായിട്ട് ഒരുക്കിയ കഴുമരത്തിൽ ഹാമാനെ കൊല്ലുന്നു. മൊർദെഖായിയെ പൂർവാധികം ശക്തിയോടുകൂടി ഭരണാധികാരിയായി വാഴിക്കുന്നു. അവൻ അതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കും ദൈവം സമ്മാനം നൽകുന്നു. അവിടെ മൊർദെഖായി ഈ വിവരങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നു. ഇത് എല്ലാ വർഷവും ഓർക്കാനായി യഹൂദരുടെ ഇടയിൽ പൂരീം ഫെസ്റ്റിവൽ സ്ഥാപിക്കുന്നു. ദൈവം സാധാരണ ജീവിത സംഭവങ്ങളിലൂടെ കൂടെ നടക്കുന്നവനും ആവശ്യനേരത്ത് സംരക്ഷിക്കുന്നവനുമാണെന്ന് ഈ കഥ വെളിവാക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് ദൈവം കൂടെയുണ്ട്. എന്ത് അത്യാപത്ത് വന്നാലും അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, വരും തലമുറകൾ അതോർക്കണം, ദൈവത്തിന് നന്ദി പറയണം. അതിനാണ് പൂരീം ഫെസ്റ്റിവൽ സ്ഥാപിക്കുക. നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറുണ്ടെങ്കിൽ അവിടുന്ന് എപ്പോഴും കൂടെയുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.